LDF സ്ഥാനാർത്ഥി എം സ്വരാജിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇന്ന് തുടക്കമാകും. രാവിലെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വരാജിന് LDF നേതൃത്വത്തിൽ സ്വീകരണം നൽകും. കോടതിപ്പടിയിൽ നിന്ന് പകൽ 2:30 റോഡ് ഷോ തുടങ്ങും. ചക്കാലക്കുത്ത്, രാമംകുത്ത് അണ്ടർപാസ് വഴി പൂക്കോട്ടുപാടം, കരുളായി, മൂത്തേടം, വഴിക്കടവ്, മരുത, പോത്തുകൽ, ചുങ്കത്തറ എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി രാത്രി 7 എടക്കരയിൽ സമാപിക്കും. രാവിലെ 8:50 ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും സ്വരാജ് നിലമ്പൂരിലേക്ക് യാത്ര തിരിച്ചു. ഓരോ സ്റ്റേഷനുകളും പിന്നിട്ടപ്പോൾ ആവേശജലമായ സ്വീകരണമാണ് എം സ്വരാജിന് ലഭിച്ചത്. അങ്ങാടിപ്പുറത്ത് നിരവധി പ്രവർത്തകർ സ്വരാജിന് അഭിവാദ്യം അറിയിച്ചു. ജന്മനാട്ടിൽ സ്വരാജ് പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ LDF ക്യാമ്പുകൾക്ക് ഊർജ്ജമേറുകയാണ്. യുവ നേതാവ് എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കി ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിനാണ് അരങ്ങൊരുക്കിയിരിക്കുന്നത്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് വാർത്താ സമ്മേളനത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. വെള്ളിയാഴ്ച ചേർന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് സ്വരാജിനെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത്. നിലമ്പൂർ സ്വദേശിയായ സ്വരാജ് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ പൊതുപ്രവർത്തന രംഗത്ത് ഉയർന്നു വന്ന ആളാണ്. DYFI മുഖമാസിക യുവതാരയുടെ എഡിറ്റർ പദവിയും വഹിച്ചിട്ടുണ്ട്. മികച്ച വാഗ്മിയും നിരവധി പുസ്തകങ്ങളുടെ രചയിതാവുമാണ്. ആനുകാലികങ്ങളിലും പത്രങ്ങളിലും ഉൾപ്പെടെ നിരവധി ലേഖനങ്ങളും എഴുതിയിട്ടുണ്ട്. DYFI സംസ്ഥാന സെക്രട്ടറിയായിരിക്കെ മന്ത്രിയായിരുന്ന കോൺഗ്രസ് നേതാവ് K ബാബുവിനെ അട്ടിമറിച്ചാണ് 2016 തൃപ്പൂണിത്തറയിൽ നിന്ന് MLA ആയത്.